നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എത്തിയിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്ന ബഡ്ജറ്റിലുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഇത് കൊല്ലം ജില്ലയിലെ അയത്തിലാണ്. ശ്യാം രേഖ ദമ്പതികളുടെ വീടാണ്. 1400 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ്, അതായത് കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ, കോമ്പൗണ്ട് വാൾ, അങ്ങനെ എല്ലാം കൂടിയിട്ട് 39 lakhs ആണ് ആയിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. വളരെ ഭംഗിയായിട്ട് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. 5 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് പോർഷനൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇത്രയും ബാക്കിൽ നല്ല സ്പേസ് കുറവാണ് കേട്ടോ. ഇത്രയും സ്പേസ് ആണ് ഉള്ളത്. സൈഡിലാണ് അത്യാവശ്യം നല്ല സ്പേസ് വരുന്നത്. ഫ്രണ്ടിലും സ്പേസ് ഉണ്ട്. ഇവിടെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ കിണർ വന്നിട്ടുള്ളത്. ഇനി ഇതാണ് സിറ്റ് ഔട്ട്. ഒരു ചെറിയ ഓപ്പൺ സിറ്റ് ഔട്ടാണ്. സ്വപ്ന തീരം എന്നാണ് കേട്ടോ വീടിന് പേര് നൽകിയിട്ടുള്ളത്. ഫ്രണ്ട് ഡോറ് ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഡോസും വിൻഡോസും എല്ലാം തന്നെ ടീക്ക് വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം. നമ്മൾ ഡോർ തുറന്ന് വരുമ്പോൾ കാണുന്ന ലിവിങ് സ്പേസ് ആണിത്. ഇവിടെ ആയിട്ടൊരു പാർട്ടീഷൻ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ചെറിയൊരു യൂണിറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഷോ പീസസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊരു പാർട്ടീഷനാണ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്ന പ്ലൈവുഡ് വിത്ത് മൈക്ക ലാമിനേഷൻ ആണ്. നമുക്കിത് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടി വി യൂണിറ്റാണ്. നമ്മളെ ലിവിങ്ങിലും ഡൈനിങ്ങിലും ഇരുന്ന് നമുക്ക് ടി വി വാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ ടി വി യൂണിറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ മുകളിൽ അത്യാവശ്യം വലിയൊരു ടി വി യൂണിറ്റ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർസ് വന്നിരിക്കുന്നത്. ഓക്കെ, നല്ലൊരു ഡൈനിങ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ടേബിളും ചെയറും ചെയ്തിരിക്കുന്നത് മഹാഗണി വുഡിലാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ഈ വീടിൻ്റെ ഓണറായ ശ്യാം തന്നെയാണ്. അമൃത ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന ഫേം നടത്തുന്ന ശ്യാം തന്നെയാണ് ഈ ഒരു വീടിൻ്റെ ഓണർ. പുള്ളി തന്നെയാണ് ഈ ഒരു വീടിൻ്റെ എല്ലാ വർക്ക്സും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഓരോ ഫർണിച്ചേഴ്സും ഒക്കെ തന്നെ, അപ്പോൾ ഈ ഒരു ചെയർ ചെയ്തിരിക്കുന്നത് MDFലാണ്. നമ്മളൊരു വർക്ക് ചെയ്തതിൻ്റെ ഒന്നും വേസ്റ്റ് ആക്കാതെ തന്നെ അതെല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ ഓരോ വർക്കും ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പാർട്ടീഷനും അതുപോലെ കിച്ചൺ വർക്കും ഇതും എല്ലാം ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് വിത്ത് മൈക്ക ലാമിനേഷനാണ്. ഇവിടെ എല്ലായിടവും ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു പാർട്ടീഷന് ചേരുന്ന രീതിയിൽ ആ ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന രീതിയിലാണ് ബ്ലൈൻഡ്സും കൊടുത്തിരിക്കുന്നത്. നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു സ്റ്റെപ്പിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് ഇവിടെ വാഷ് കൗണ്ടർ ഈ ഒരു കോർണർ പോർഷനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു റൗണ്ട് മിറർ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കയറി വന്നപ്പോൾ ഒരു പാർട്ടീഷൻ കണ്ടു നമ്മുടെ ആ ഒരു ലിവിങ് ഹാളിൽ. അത് നമുക്കിങ്ങനെ 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. കണ്ടില്ലേ, നമുക്കിങ്ങനെ നമ്മുടെ ഡൈനിങ്ങിലിരുന്നും ലിവിങ്ങിലിരുന്നും വാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് ഈ ഒരു ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ സ്പേസ് ആണ് ഇവിടെ ടി വി യൂണിറ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകളിൽ വലിയൊരു ടി വി യൂണിറ്റ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ ഇരുന്നും വാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എന്നാൽ അധികം സ്പേസ് ഒന്നും യൂട്ടിലൈസ് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ വലിയൊരു സ്പേസ് ടി വിക്ക് വേണ്ടിയിട്ട് മാത്രം മാറ്റി വയ്ക്കാതെ നല്ലൊരു പാർട്ടീഷനകത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് കിച്ചണിലോട്ടാണ്. ഒരു ഓപ്പൺ കിച്ചണാണ്. പക്ഷേ നമുക്ക് ഫ്രണ്ട് ഡോർ തുറന്ന് വരുമ്പോൾ കാണാൻ കഴിയില്ല. ഡൈനിങ്ങിൽ നിന്ന് മാത്രം ഓപ്പൺ ആയിട്ടുള്ളൊരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു 2 പോർഷനിലും സ്പേസ് ഇട്ടുകൊണ്ടാണ് കേട്ടോ ഈ ഒരു
ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാനോ കിച്ചണിൽ തന്നെ എന്തെങ്കിലും വർക്ക് ചെയ്യാനോ പറ്റുന്ന രീതിയിൽ, ഒരാൾക്ക് സൗകര്യപ്രദമായിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ, കാലുകൾ ഉള്ളിലോട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗത്തും സ്പേസ് ലീവ് ചെയ്തിട്ടാണ് ഈ ഒരു കൗണ്ടർ ചെയ്തിട്ടുള്ളത്. പിന്നെ കിച്ചൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ കളറാണ് ഈ ഒരു കബോർഡ്സിന് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഒരു കബോർഡ്സ് കാണാനായിട്ട്. ഒരു കിച്ചണിലാണ് വീട്ടിലോട്ട് നമ്മൾ ഈ ഒരു ഡൈനിങ്ങിലോട്ട് വരുമ്പോൾ തന്നെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കളറാണ് കേട്ടോ. നല്ലൊരു കളർ കോമ്പിനേഷൻ, ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് വുഡിൻ്റെ ആ ഒരു ഇതും വന്നിട്ടുണ്ട്. ഈ ഒരു കിച്ചണും ചെയ്തിരിക്കുന്നത് പ്ലൈവുഡ് വിത്ത് മൈക്ക ലാമിനേഷൻ ആണ്. ഇവിടെ ആയിട്ടൊരു ലോങ് പുൾ ഔട്ട് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം നമുക്ക് ലോങ് ബോട്ടിൽസും കാര്യങ്ങളും ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ, കുറച്ച് ഹൈറ്റിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുൾ ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു പോർഷൻ കൊടുത്തിരിക്കുകയാണ്. പിന്നെ കൗണ്ടറിലായിട്ടൊക്കെ നാനോ വൈറ്റ് സ്ലാബാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. താഴെ ഒരു ബെഡ്റൂമാണുള്ളത്, ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇത് പേരൻസ് റൂം ആണ് കേട്ടോ. ഇവിടുത്തെ വാർഡ്രോബ്സ് ചെയ്തിരിക്കുന്നത് സ്ലൈഡിങ് ആയിട്ടാണ് ഡോസ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ബ്ലൂ കളറാണ് കേട്ടോ വാർഡ്രോബിന് കൊടുത്തിരിക്കുന്നത്. ഇതും പ്ലൈവുഡ് വിത്ത് മൈക്ക ലാമിനേഷൻ ആണ്. നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഡോസ് ചെയ്തിരിക്കുന്നത്. നമ്മളെപ്പോഴും റൂംസിൽ സ്പേസ് കുറവാണെങ്കിൽ ഇങ്ങനൊരു സ്ലൈഡിങ് ആയിട്ടുള്ള ഡോസ് വാർഡ്രോബിന് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ഇപ്പം ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ സ്ലൈഡിങ് ഡോസ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്ലൈഡിങ് ഡോസോട് കൂടിയ വാർഡ്രോബ്സ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഹൈറ്റിലും വീതിയിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ കാഴ്ചയ്ക്കും അതുപോലെ നമുക്ക് യൂസ്ഫുൾ ആവുകയും ചെയ്യുന്നത് അങ്ങനെ കൊടുക്കുമ്പോഴായിരിക്കും. പിന്നെ ഇവിടെ ഒരു സൈഡിലും ഇങ്ങനെ സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ ബാത്റൂം ചെയ്തിട്ടുള്ളത്. മുകളിലെല്ലാം തന്നെ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ജിപ്സത്തിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മുകളിലത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡിൽ തന്നെയാണ്. വളരെ ഭംഗിയായിട്ടുള്ളൊരു ഹാൻഡ് റെയിലാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഇപ്പോൾ ആരും ഇങ്ങനൊരു ഹാൻഡ് റെയിൽ ചെയ്യാറില്ല. പക്ഷേ ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ലൊരു വർക്കും ഫിനിഷിങ്ങിലും ഒക്കെയാണ് കേട്ടോ ഈ ഒരു ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി മുകളിലെ വിശേഷങ്ങൾ കാണാം. മുകളിലോട്ട് വരുമ്പം ഇങ്ങനൊരു ചെറിയ പാസേജിലൂടെ വന്നിട്ടാണ്. ആദ്യം തന്നെ ഒരു ബെഡ്റൂമാണ്. പിന്നെ നമ്മൾ നേരെ വരുന്നത് മറ്റൊരു ലിവിങ് ഏരിയയിലോട്ടാണ്. ഇവിടെയാണ് ഒരു ടി വി യൂണിറ്റ്, നല്ലൊരു ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഈ ഒരു ഭാഗത്തായിരിക്കും കുട്ടികളും ഒക്കെ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നല്ലൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം തന്നെ പ്ലൈവുഡ് വിത്ത് മൈക്ക ലാമിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. അമൃത ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന ഫേം ശ്യാം നടത്തുന്ന ഫേമാണ്. അപ്പം അവരുടെ സ്വന്തം വീട്ടിൽ ചെയ്തിരിക്കുന്ന വർക്കുകളാണ്. ഈ ഒരു എല്ലാ വർക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ടോട്ടൽ കോസ്റ്റ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു റൂമിലോട്ട് കയറാം. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് ചെറിയൊരു ബാൽക്കണി കണക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെ ഒരു ഗ്ലാസ് ഡോർസ് ആണ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇവിടെ ഇങ്ങനെ ഒരു ഡോർ ഉണ്ടെന്നുള്ളത്. ഗ്ലാസ് ഡോർസ് കൊടുത്തിരിക്കുന്നു. ആ ഒരു ഭാഗം നമുക്ക് കാണാം. അതിന് മുന്നേ ഇവിടുത്തെ വാർഡ്രോബ്സ് ഒക്കെ തന്നെ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ ഒരു സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു. രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബെഡിൻ്റെ രണ്ട് സൈഡിലും സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാം. ഇവിടെ നമുക്ക് അത്യാവശ്യം പകൽ സമയത്തൊക്കെ ഇങ്ങനെ തുറന്നിട്ടാൽ നല്ലൊരു കാറ്റ് കിട്ടും. ഇവിടെ സ്ക്വയർ ട്യൂബ്സിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആണ്, നമുക്ക് നല്ല കാറ്റ് കിട്ടുന്ന ഒരു സ്പേസാണ്. ഇവിടെ ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നമുക്ക് അത്യാവശ്യം 2 ചെയർസ് ഇട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്പേസ് ഉണ്ട്. അതുകൂടാതെ റൂമിലോട്ട് നല്ല ഫ്രഷ് എയർ കിട്ടാനും റൂമിൽ നല്ല തണുപ്പ് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു സ്ക്വയർ ട്യൂബിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. മുകളിലും സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് ഫേസ്ബുക്കിലൂടെ കാണുന്നവരുണ്ട്. ഫേസ്ബുക്ക് വഴി എന്നെ കോണ്ടാക്ട് ചെയ്യും എൻക്വയറി ഒരുപാട് വരുന്നതും ഉണ്ടായിരുന്നു ഫേസ്ബുക്ക് വഴി. പക്ഷേ നമ്മുടെ ഫേസ്ബുക്ക് ഞാൻ യൂട്യൂബിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഫേസ്ബുക്ക് പേജ് റീസെൻ്റ്ലി ഹാക്ക്ഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പേജ് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്ത് ഫേസ്ബുക്കിന് കംപ്ലയിൻറ്റ് കൊടുത്ത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അത് ഇപ്പോൾ നമുക്കത് റിട്രീവ് ചെയ്ത് കിട്ടാനൊരു ചാൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളത് കംപ്ലയിൻറ്റ് കൊടുത്ത് ഡിലീറ്റ് ആക്കി. അപ്പോൾ ഇനിയിപ്പോൾ പുതിയൊരു പേജ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ഹോം സ്റ്റോറീസ് ബൈ നിഷ എന്നാണ്. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ അതുവഴി ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു വീടിൻ്റെ കാര്യങ്ങൾ അറിയാനും വീട് വർക്ക് ചെയ്തതിനെക്കുറിച്ച് ചോദിക്കാനും ഒക്കെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആ ഒരു പേജിലൂടെ എന്നെ കോൺടാക്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജിലൂടെയും കോൺടാക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇതാണ് ഇവിടുത്തെ മറ്റൊരു ബെഡ്റൂം. ഇവിടെയും എല്ലാ റൂംസും ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. ഇവിടെയും നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ താഴെ കണ്ട പോലെ ആ ഒരു കോമ്പിനേഷനാണ് ഇവിടെയും വാർഡ്രോബ്സിൻ്റെ ഡോർസിന് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിങ് ആണ്. അതുകൂടാതെ ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റോറേജ് വന്നിട്ട് മുകളിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു കുഷ്യനൊക്കെ സെറ്റ് ചെയ്ത് ഇത്രയും ഭാഗം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയർസിനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സ്പേസിൽ നമുക്ക് എന്താ പറയുക യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോറേജും ഉണ്ട്. എന്നാൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ വിൻഡോയുടെ സൈഡിലായിട്ടാണിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും സ്ലൈഡിങ് ആയിട്ടാണ് വാർഡ്രോബ്സിൻ്റെ ഡോറ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല വിശാലമായ നല്ല സ്പേസിലാണ് ഈ ഒരു വിൻഡോസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കാറ്റും വെട്ടവും ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വിൻഡോസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കട്ടിലൊക്കെ കണ്ടില്ലേ, ഇതെല്ലാം തന്നെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ പ്ലൈവുഡിൽ. നമ്മൾ ഈ ഒരു പാസേജിൽ നിന്ന് ആ ഒരു ഭാഗത്തോട്ട് പോകുമ്പോൾ ഏറ്റവും മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്സൊക്കെയാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്.
ഇനി നമ്മുടെ ബാൽക്കണി പോർഷനാണിത്. അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻസിലൂടെ പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇത്രയും നേരമായിട്ടും ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ വീട് പണി നടക്കുന്നവർക്കും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ വീടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണുള്ളത്. അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ ഈ ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാനുണ്ട്, കമൻസിന് പുറമേ എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാ പേജായ നിഷാസ് ഡ്രീം വേൾഡിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാ പേജിൻ്റെയും ഒക്കെ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റ പേജ് കൂടി നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഓണറായ ശ്യാം തന്നെയാണ്. അമൃത ഇൻറ്റീരിയേഴ്സ് എന്നാണ് അവരുടെ ഫേമിൻ്റെ പേര്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.